കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒറ്റപ്പേരിൽ കേന്ദ്രീകൃതമായിരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം പിണറായി വിജയനായിരുന്നു. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ആ അപ്രമാദിത്വത്തിന് കനത്ത പ്രഹരമേൽക്കുകയാണ്. തുടർച്ചയായ മൂന്നാം ഊഴം ലക്ഷ്യമിട്ടിറങ്ങിയ LDFന് നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതമായ പതനമാണ്. ഈ പതനം കേവലം ഒരു തിരഞ്ഞെടുപ്പ് തോൽവി എന്നതിലുപരി CPIMനുള്ളിലെ വലിയൊരു അധികാര മാറ്റത്തിന്റെയും പിണറായിസം എന്ന ശൈലിയുടെ അന്ത്യത്തിന്റെയും തുടക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന നിമിഷം മുതൽ പിണറായി വിജയൻ പുലർത്തുന്ന അസാധാരണമായ മൗനം പാർട്ടി വൃന്ദങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ഉറച്ച ശബ്ദത്തിൽ നേരിടുന്ന അദ്ദേഹം തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവാകുമോ എന്ന് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ കാണാമെന്ന ഒറ്റവാക്കിൽ മറുപടിയിൽ ഒതുക്കിയത് അദ്ദേഹം പാർട്ടിയിൽ എത്രത്തോളം പ്രതിരോധത്തിലാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മുൻപ് പാർട്ടിയിലെ അവസാന വാക്ക് പിണറായി ആയിരുന്നുവെങ്കിൽ ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെയും PBയിലെ സഹപ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാധാരണ നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഡൽഹിയിലെ AKG ഭവനിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ തന്നെ ഏറ്റവും കഠിനമായ ഒന്നായിരിക്കും. തിരഞ്ഞെടുപ്പ് അവലോകനമാണ് അജണ്ടയെങ്കിലും കേരളത്തിലെ നേതൃത്വത്തിന് സംഭവിച്ച വീഴ്ചകൾ ഓരോന്നായി ചർച്ച ചെയ്യപ്പെടും. സാധാരണക്കാരായ വോട്ടർമാർ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് പിണറായി ഉത്തരം നൽകേണ്ടി വരും. ഭരണവും പാർട്ടിയും ഒരാളിലേക്ക് ചുരുങ്ങിയത് ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കിയെന്ന വിലയിരുത്തൽ PBയിൽ ശക്തമാണ്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ പാർട്ടിക്ക് വേരുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കേരളത്തിൽ അടിയന്തരമായ നേതൃത്വമാറ്റം വേണമെന്ന സീതാറാം യെച്ചൂരിയും MA ബേബിയും ഉൾപ്പെടുന്നവർ നിലപാടെടുക്കുന്നു. പിണറായി വിജയന്റെ വ്യക്തികേന്ദ്രീകൃതമായ ഭരണശൈലിയെ പലപ്പോഴും പരോക്ഷമായി വിമർശിച്ചിട്ടുള്ള നേതാവാണ് MA ബേബി. തോൽവിക്ക് പിന്നാലെ അദ്ദേഹം സ്വീകരിച്ച കടുത്ത നിലപാടും ശ്രദ്ധേയമാണ്. ഭരണവിരുദ്ധ വികാരം തിരിച്ചറിയുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് ബേബി തുറന്നടിച്ചു. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകുന്നത് പാർട്ടിയുടെ പുനഃസംഘടനയെ ബാധിക്കുമെന്നും ജനങ്ങളിലേക്ക് പുതിയൊരു സന്ദേശം നൽകാൻ പുതിയൊരു മുഖം നേതൃത്വത്തിലേക്ക് വരണമെന്നും അദ്ദേഹം വാദിക്കുന്നു. ബേബിയുടെ നിലപാടിന് കേന്ദ്ര നേതൃത്വത്തിൽ വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. പിണറായിയെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മാത്രമായി ഒതുക്കി കേരളത്തിലെ പാർട്ടി സംവിധാനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വാധീനം കുറയ്ക്കാനാണ് ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പാർട്ടിയെ താഴെത്തട്ടിൽ നിന്നും വീണ്ടും കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. പിണറായി വിജയന് പകരക്കാരനായി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പേര് മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റേതാണ്. സാമ്പത്തിക കാര്യങ്ങളിലുള്ള അറിവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സൗമ്യമായ പെരുമാറ്റവും ബാലഗോപാലിനെ സ്വീകാര്യനാക്കുന്നു. വോട്ടർമാർക്കിടയിൽ പിണറായിക്കുണ്ടായിരുന്ന അഹങ്കാരി എന്ന പ്രതിച്ഛായ മാറ്റാൻ ബാലഗോപാലിനെ പോലെ ഒരു നേതാവ് വരുന്നതിലൂടെ സാധിക്കുമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ സഭയ്ക്കുള്ളിൽ സർക്കാരിനെ ക്രിയാത്മകമായി നേരിടാനും കണക്കുകൾ നിരത്തി വാദിക്കാനും ബാലഗോപാലിന് കഴിയുമെന്നത് അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നു. എന്നിരുന്നാലും പിണറായി അനുകൂലിക്കുന്ന കേരള ഘടകത്തിലെ ഒരു വിഭാഗം ഇതിനെ എത്രത്തോളം അംഗീകരിക്കുമെന്നതും കണ്ടറിയണം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ CPIMൽ നിലനിന്നിരുന്ന ഒരു സവിശേഷ രാഷ്ട്രീയ ശൈലിയാണ് പിണറായിസം. പാർട്ടിയേക്കാൾ മുകളിൽ നേതാവെന്ന അവസ്ഥ ഇവിടെ സംജാതമായിരുന്നു. എന്നാൽ ഈ അമിത സ്വാധീനം പാർട്ടിയുടെ കേഡർ സ്വഭാവത്തെ തകർത്തുവെന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. 2ാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ അമിത ആത്മവിശ്വാസം ജനങ്ങളെ അവഗണിക്കാൻ കാരണമായെന്ന് PB വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിനെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. VS അച്യുതാനന്ദന് ശേഷം പാർട്ടിയിൽ വിമർശിക്കുന്നവരുടെ ശബ്ദം ഇല്ലാതാക്കിയത് പിണറായിയുടെ അപ്രമാദിത്വത്തിനും വഴിവെച്ചു. എന്നാൽ തോൽവിക്ക് ശേഷം ഈ ശബ്ദങ്ങൾ വീണ്ടും ഉയരുകയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് കേരള CPIMലെ ഒരു യുഗത്തിന്റെ അന്ത്യമായിരിക്കും. പിണറായിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പാർട്ടി ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും ഒരു തിരിച്ചുപോക്കിന് പുതിയ നേതൃത്വം അനിവാര്യമാണെന്ന സത്യം പാർട്ടിക്കുള്ളിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ട ശേഷം പാർട്ടിക്ക് തിരിച്ചുവരാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുതെന്ന നിർബന്ധം ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കടുത്ത തീരുമാനങ്ങൾ ഡൽഹിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുമുണ്ട്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കും. കേരളത്തിലെ CPIM വലിയൊരു വിഭജനത്തിന്റെയോ അല്ലെങ്കിൽ വലിയൊരു ശുദ്ധീകരണത്തിന്റെയോ പാതയിലാണിപ്പോൾ. പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ നിന്നും പാർട്ടി എന്ന പ്രസ്ഥാനത്തിലേക്ക് അധികാരം തിരിച്ചെത്തുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. PB യോഗത്തിന് ശേഷം പുറത്തു വരുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാവി തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവായി പുതിയൊരാൾ വരികയും പിണറായി വിജയൻ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്താൽ അത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവമായി മാറും. പിന്നെ കാണാമെന്ന് പിണറായി പറഞ്ഞത് സ്വന്തം പാർട്ടിക്കാരെയാണോ അതോ കേരളത്തിലെ ജനങ്ങളെയാണോ എന്നത് കാലം തെളിയിക്കും.